കോട്ടയത്ത് ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ. തലപ്പലത്ത് വീടിന്റെ മുകളിലേക്ക് മരം വീണു. 10ാം വാർഡിലെ ശാന്തയുടെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടുത്ത വേനലിന് പിന്നാലെ ഇന്നലെ വന്ന വേനൽ മഴ അത് വലിയ നാശനഷ്ടമാണ് കോട്ടയം ജില്ലയിൽ ഭൂരിഭാഗം പ്രദേശത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാമങ്കുന്ന് എന്ന് പറയുന്ന തലപ്പലം പഞ്ചായത്തിൻ്റെ 10ാം വാർഡിലാണ്. അവിടെയും സമാനമായ രീതിയിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാം, മരങ്ങൾ കടപുഴകി, അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ ഈ കാറ്റത്ത് ഇന്നലെ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്ത എന്ന് പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ്. അവിടെ ഇന്നലെ രാത്രിയിലുണ്ടായ കാറ്റിലും മഴയിലും മേൽക്കൂര പൂർണ്ണമായും തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇന്നലെ ചേച്ചിയുടെ മകൾ മാത്രമാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ചേച്ചി എത്ര മണിക്കായിരുന്നു? ഒരു 4:30 ആയിട്ടാണ്. ആ സമയത്ത് കാറ്റ് വീശി ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അന്നേരമാണ് ഈ കാറ്റ് വന്നു. അപ്പൊ ഞാൻ കതക് തുറന്ന് നോക്കുമ്പോൾ മരം വീണു. പിന്നെ ഇത് ഷീറ്റ് മൊത്തം അപ്പുറത്തോട്ട് മറിഞ്ഞു പോയി. ചേച്ചിയുടെ ഭർത്താവ് പണിക്ക് പോയി. ചേട്ടാ, വീട് മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നായിരുന്നു. ഇനിയിപ്പം അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ ഞാൻ പൈസ ആവുകയും ചെയ്യും. ഷീറ്റായിരുന്നു. എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് അടുക്കള ഭാഗത്തേക്കും കൂടി പോകാം. ആ വലിയൊരു മരം അത് കടപുഴകി ഇവരുടെ അടുക്കള ഭാഗത്തേക്കാണ് വീണത്. അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം, മേൽക്കൂര തകർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റിലാണ് ഈ വീടിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തെ മേൽക്കൂര കൂടി പറന്നു പോയത്. എന്തായാലും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും, അതായത് വൈദ്യുതി പോസ്റ്റ് വീഴുക, അതുപോലെ തന്നെ മരം കടപുഴങ്ങുന്ന സാഹചര്യം, ഇന്നലെ ശക്തമായ മഴയും കാറ്റുമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടുത്ത വേനലിന് പിന്നാലെ വന്ന ഈ വേനൽ മഴ വലിയ നാശനഷ്ടം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ തൊട്ട് സമീപത്തുള്ള മുറിയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ശാന്തയുടെ മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ വേനൽ മഴയ്ക്കൊപ്പം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മറ്റ് സ്ഥലങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളൊക്കെ തകർന്ന് വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.